അതിശയകരം തന്നെയല്ലേ? റോബോട്ട്സിന് ബസ് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെയുള്ളവർക്കെല്ലാം ഞാൻ ആണ്. ഇവർ നിന്നെയും അങ്ങനെ തന്നെ വിളിക്കും. എങ്ങനെ? എനിക്ക് മനസ്സിലായില്ല. നീ വിഷമിക്കാതെ, ഇതൊന്നും വലിയൊരു കാര്യമല്ല. നീ അവനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. അതും ശരിയാണ്. എന്നോട് ക്ഷമിക്കുക. നിന്നെ ഇവിടെ കണ്ടതോടെ എനിക്ക് ആവേശം തോന്നി. നോക്ക്, ഞാനും ഹൈപ്പർ സ്പീഡ് കൈവരിച്ചിരുന്നു, നിന്നെ പോലെ തന്നെ. പക്ഷേ എനിക്കൊരു വീരപരിവേഷം കിട്ടിയില്ല. XL-15 മോഷ്ടിച്ച കുറ്റത്തിന് ആ പുതിയ കമാൻഡർ എന്നെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അവരെ വീട്ടിലെത്തിക്കാനുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചു. പക്ഷെ അവരത് കാര്യമാക്കിയില്ല. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ആളുകൾ അറിയാൻ പോകുന്ന ഒരു കാര്യം, നാം മിഷൻ പൂർത്തിയാക്കി എന്നുള്ളതായി. നമ്മുടെ തെറ്റ് ശരിപ്പെടുത്താൻ നമുക്കാകുമെന്ന് കമാൻഡർ ഹാത്തോൺ കരുതി. ആ വിശ്വാസം മൂലം അവൾക്കെല്ലാം നഷ്ടമായി. നമ്മൾ സ്പേസ് റേഞ്ചേഴ്സ് ആയിരിക്കേണ്ട ആളുകളാണ്. നമുക്ക് നമ്മുടേതായ പ്രാധാന്യമുണ്ട്. നീ ഇങ്ങനെ ജീവിക്കേണ്ടവനല്ല ബസ്. അതേ ദുസ്വപ്നം തന്നെ കണ്ടുണർന്നു. കുറ്റബോധത്തിൽ നീറിയും. എത്ര നാൾ നീ ഇങ്ങനെ ജീവിക്കും? അതെല്ലാം മറക്കാൻ ഒരു അവസരമാണിത്. ഇവിടെ നിന്ന് തുടക്കം കുറിക്കാം. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ബസ്. നിനക്ക് മാറ്റം വന്നു, പക്ഷെ ഇതൊരിക്കലും നല്ലതിനല്ല. എനിക്ക് നിന്നെ മനസ്സിലാക്കാനാകുന്നില്ല ബസ്. നിനക്കെവിടെന്ന ഈ പുതിയ ഐഡിയകൾ കിട്ടിയത്? നിനക്കറിയാമോ, നീ പറഞ്ഞതിനെ ഞാൻ നശിപ്പിക്കാൻ പോവാ.